ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടുള്ള തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശ്വസിച്ച് ശിഷ്യത്വം ആരംഭിക്കുന്നത് വിശ്വാസത്താലാണ്. വചനത്തിൽ ശിഷ്യത്വം തുടരുന്നത് വചനാത്മക ജീവിതം നയിക്കുമ്പോഴാണ്. യഥാർത്ഥ അടിമത്തം പാപത്തിനുള്ള അടിമത്തമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം ദൈവമാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിനാൽ പുത്രൻ ദൈവമാണ്. ഈ പുത്രത്വത്തെ ആസ്വദിക്കാത്ത ഏവരും അടിമകളാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഇന്ന് ഓരോ മനുഷ്യരും പല കാര്യങ്ങളിലും അവസ്ഥകളിലും അടിമകളാണ്. പാപത്തിൽ നിന്നും മോചനം ലഭിച്ചെങ്കിലേ നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരാകുകയുള്ളൂ. ദ്രവ്യാഗ്രഹത്തിന് അടിമകൾ, ലഹരിക്ക് അടിമകൾ, സ്വാർത്ഥതയുടെ അടിമകൾ, സ്ഥാനമാനങ്ങൾക്ക് അടിമകൾ, പുകഴ്ചയ്ക്കും പരസ്യത്തിനുമായുള്ള അടിമകൾ. പ്രിയരെ, ഇങ്ങനെ ഒട്ടനവധി രഹസ്യവും പരസ്യവുമായ അടിമത്തം നമ്മളെ അസ്വസ്ഥരാക്കുന്നില്ലേ? എങ്കിൽ ഇതിനൊരു മോചനം ആവശ്യമല്ലേ? വിശുദ്ധ വലിയ നോമ്പിലെ ധ്യാന ചിന്തകൾ നമ്മൾ ധാരാളം ശ്രവിക്കുന്നുണ്ട്. കുറച്ച് കേൾക്കുന്നു, കുറച്ച് കേൾക്കാതെ പോകുന്നു. ഒരു രൂപാന്തരം ആവശ്യമല്ലേ? ഒരു ആത്മീയ ശസ്ത്രക്രിയ അത്യന്താപേക്ഷിതമാണ്. ടു എലിമിനേറ്റ് ദി എവിൾ തിങ്സ് എ സ്പിരിച്വൽ സർജറി ഈസ് എസെൻഷ്യൽ. ദെൻ വി ക്യാൻ ഇല്ലുമിനേറ്റ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഈ ആത്മീയ ശസ്ത്രക്രിയ വിശുദ്ധ കുമ്പസാരത്തിലൂടെ സാധ്യമാക്കണം. സ്നേഹവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന ഒരു യജമാനന്റെ അടിമയായി തീരുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. വൈരുദ്ധ്യമെന്ന് തോന്നിയാലും ഇതാണ് യാഥാർത്ഥ്യം. യഹൂദരെ അടിമകളായി വിചാരിക്കരുത് എന്ന് ലേവ്യ പുസ്തകം 25-39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ബാബേലിൽ എങ്കിലും അവർ അടിമകളായി എങ്കിലും വംശമാഹാത്മ്യം എപ്പോഴും കരുതിയിരുന്നു. ജോസഫിനെ അടിമയായി വിൽക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മമഹിമയിൽ പ്രശോഭിതനായിരുന്നു. സോക്രട്ടീസ് പറയുന്നു, ഒരുവന്റെ ജഡീക ചിന്തകൾ അവനെ ഭരിക്കുമ്പോൾ ഒരുവനെ സ്വതന്ത്രനെന്ന് എങ്ങനെ പറയും? പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചതിന് വിശുദ്ധ പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബ്രിട്ടനിലെ ചാൻസലർ ആയിരുന്ന സർ തോമസ് മൂർ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയിട്ടില്ല. ഇംഗ്ലണ്ടിലെ പരമാധികാരിയായ ഹെൻറി 8-ാമൻ്റെ അവിഹിത വേഴ്ചയും ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി സ്വയം അവരോധിക്കുകയും ചെയ്ത ആ രാജാവിൻ്റെ നടപടിയെ ശരിവയ്ക്കുവാൻ സ്വന്തം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം സർ തോമസ് മൂറിനെ അനുവദിച്ചില്ല. രാജകോപം മരണമാണ് സമ്മാനിക്കുക എന്ന് പലരും ഉപദേശിച്ചു. മരണം അത്രയല്ലേ ഉള്ളൂ? എങ്കിൽ ഇന്ന് ഞാൻ മരിക്കണം, നാളെ നിങ്ങളും. മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം പണയപ്പെടുത്താതെ സ്നേഹവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ അടിമയായി തീരുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആയതിന് നമ്മളുടെ ഈ നോമ്പുകാലം, ഉപവാസം, പ്രാർത്ഥന ഒക്കെയും സംഗതിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.